കഴിഞ്ഞ ദിവസമാണ് അമ്മ ജനറൽ ബോഡി യോഗം ചേർന്നത്. അതിൽ നിന്ന് ഭരണസമിതി അംഗങ്ങൾ ഒന്നാകെ രാജിവെക്കുന്ന ഒരു നിലയുണ്ടായത്. പിന്നീട് അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഇന്നും അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് അംഗങ്ങൾ രാജിവെക്കുന്ന ഒരു നിലയുണ്ടായി. അമ്മ തല്ലിപ്പിരിയാണ് അമ്മയുടെ മക്കളെല്ലാവരും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്ത്രീകൾ ഭരണതലത്തിലേക്ക് വരുന്നത്, അമ്മയുടെ ഭരണതലത്തിലേക്ക്. അത് വലിയൊരു മാറ്റം കൊണ്ടുവരും, സിനിമാ മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമൊക്കെ ആയിരുന്നു ഈ ഭരണമാറ്റം വരുന്നതും വലിയ ചർച്ചയാകുന്നതും. പെട്ടെന്ന് എന്താണ് പറ്റിയത്? അല്ല, അമ്മയുടെ ഭരണതലപ്പത്തേക്ക് സ്ത്രീകൾ വന്നു എന്നത് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ വന്നതിന് ശേഷം ആ കമ്മിറ്റി ആദ്യം തന്നെ അവരുടെ പല കാര്യങ്ങളിലുള്ള സ്റ്റാൻഡ് പ്രഖ്യാപിച്ച ആ നിമിഷത്തിൽ തന്നെ എനിക്ക് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് പ്രതീക്ഷയും പോയതാണ്. സ്ത്രീകൾ അതിൻ്റെ ഭരണസമിതിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകളെ അവിടെ കാണിക്കുക എന്നുള്ളതല്ലോ. അത് സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന ഒരു കമ്മിറ്റിയായിട്ട് മാറുക എന്നുള്ളതാണ്. ശ്വേതാ മേനോൻ പ്രസിഡൻ്റായിട്ട് ആദ്യമായിട്ട് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന്, ഇതിന് മുൻപ് ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയിൽ നിറങ്ങിപ്പോയിട്ടുള്ള 3-4 നടിമാരുണ്ട്, അവരെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. അവർ വന്നാൽ അവരെ എടുക്കാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല, അവരുടെ അടുത്ത് പോയി നിർബന്ധിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. അവരിറങ്ങിപ്പോയി എന്തുകൊണ്ടാണ്? അമ്മ ഒരു പ്രധാനപ്പെട്ട കോസിൽ അവരുടെ കൂടെ നിന്നിട്ടില്ല എന്ന നിരാശയിൽ ഇറങ്ങിപ്പോയവരാണ്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു സ്ത്രീ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾ ശ്രമിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പുരുഷന്മാരെ പോലെ തന്നെ മറുപടി പറഞ്ഞ സ്ത്രീയാണ് അവർ. ഞങ്ങളതിന് ശ്രമിക്കുന്നില്ല എന്ന്. അതോടെ തീർന്നു അതിനെക്കുറിച്ച് പ്രതീക്ഷ. എനിക്കതിനെക്കുറിച്ച് പിന്നീട് ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവർ ഒരു കമ്മിറ്റിയുടെ തലപ്പത്ത് വന്നു എന്നുള്ളത് കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള സ്ത്രീപക്ഷ നിലപാടുണ്ടാവുമെന്ന് അപ്പോഴേ ഉള്ള പ്രതീക്ഷ പോയി. ഇതിൻ്റെ കാരണം പല ഡയമെൻഷനുണ്ട് അതിന്. ഒന്നാമത്തേത് ഈ പറയുന്നത് പോലുള്ള ഒരു ഭരണസമിതിയെ കൊണ്ടു നടക്കാന്ന് വെച്ചാൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്, കേപ്പബിലിറ്റി മാറ്റേഴ്സ് അതിനകത്തുണ്ട്. നിങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങളെ കേൾക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും എല്ലാവരെയും കേട്ടു എന്ന് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് കൊടുക്കുകയും ചെയ്യുക. അതിൽ ഒരു ന്യായമായ തീരുമാനം എടുത്തു പോവുക, എല്ലാ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക, മുന്നിൽ വരുന്ന പ്രശ്നങ്ങളുടെ ആഴം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അത് ശ്വേതാ മേനോൻ എന്തുമാത്രം കാഴ്ചവെക്കാൻ കഴിഞ്ഞു ചോദിച്ചാൽ നമുക്കതിന് മുമ്പിൽ കിട്ടുന്ന ഉത്തരം നിരാശയാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഈ അൻസിബ കൊണ്ടുവന്നിട്ടുള്ള പ്രശ്നമാണ്. ആ പ്രശ്നം തന്നെ മുമ്പിൽ വന്നപ്പോൾ ആ പ്രശ്നം എന്തുമാത്രം ഗൗരവമുള്ളതാണെന്ന് സെൻസ് ചെയ്യാൻ പോലും ആർക്ക് പറ്റിയില്ല. അതിൻ്റെ തലപ്പത്തിരുന്ന് ശ്വേതാ മേനോന് പറ്റിയില്ല. അവർ കൊണ്ടുവന്ന ഇഷ്യൂ എന്തുമാത്രം വലുതാണ്, ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം എന്തുമാത്രം ആത്മാഭിമാന ബന്ധിതമാണ്, രാഷ്ട്രീയ ബന്ധിതമാണ്, സീരിയസ് ആണ് എന്നൊന്നും, അതിന് ഒരുപാട് തലങ്ങളിലൊരു പ്രശ്നമാണ് അൻസിബ ഉന്നയിച്ചത്. അതവർക്ക് പിടികിട്ടിയതേ ഇല്ല. പിടികിട്ടിയാലാണല്ലോ പരിഹാരത്തെക്കുറിച്ച് അറിയിക്കുക. അപ്പോൾ അതിനെ അവരെന്ത് ചെയ്തു? നെഗ്ലക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. മൂന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അതേസമയം മറ്റുള്ളവരും തക്കം പാർത്തിരിക്കുകയായിരുന്നു എന്ന പ്രശ്നം ഗൗരവതരമായ പ്രശ്നമാണ്. ഈ കമ്മിറ്റിയെ താഴെ ഇറക്കാൻ വലിയ തോതിലുള്ള താല്പര്യവുമായിട്ട് വലിയ സംഘം പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരാണ് ഇന്നലെ ഈ കണക്ക് പറ്റില്ല, ഈ കമ്മിറ്റിയും പറ്റില്ല എന്നുള്ള നിലപാട് അമ്മയുടെ ജനറൽ ബോഡി സ്വീകരിക്കുകയും അവർക്ക് ഒന്നടങ്കം രാജിവെച്ച് പോവുകയും ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതിലെ ഒരു കാര്യമുണ്ട്, ഈ കമ്മിറ്റി ഈ സംഘടനയെ റൺ ചെയ്യാൻ എന്തുമാത്രം യോഗ്യത ഉള്ളവരായിരുന്നു ചോദിച്ചാൽ എനിക്ക് ഒരു യോഗ്യത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സംഘടനയെ തന്നെ നമ്മൾ അവഗണിക്കണം എന്നൊക്കെയുള്ള അഭിപ്രായമുള്ളവരുണ്ട്. അങ്ങനെ കരുതുന്നില്ല. വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ നടക്കുന്ന സംഗതികൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉയർന്നു വരുന്ന പരാതികൾ, ഇപ്പോൾ അൻസിബ ഹസൻ ഉന്നയിച്ച പരാതി എന്താണ്? നമ്മൾ ഏതെങ്കിലും പ്രത്യേക മതവിശ്വാസ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു തെറ്റായ കീഴ്വഴക്കമുണ്ട്, നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? ഗൗരവമുള്ള ചോദ്യമാണ്. നമ്മളെന്ന് വെച്ചാൽ എല്ലാ തരത്തിലും ഒരു സെക്കുലർ സ്പേസിൽ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്മിറ്റിയാണ്, ഒരു സംഘടനയാണ്. ആ സംഘടന ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്ന് മാത്രമായിട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നത് ശരിയായ കീഴ്വഴക്കമാണോ എന്നത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇവർ തീവ്രവാദിയാണ്, മതവിശ്വാസത്തിൻ്റെ പേരിലുള്ള ജിഹാദി പ്രവർത്തനമാണെന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിക്കാൻ ഒരു സംഘം ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ ആരാ സ്റ്റോപ്പ് ചെയ്യേണ്ടത്? പ്രസിഡന്റ് സ്റ്റോപ്പ് ചെയ്യണം. അവരുന്നയിച്ച ഒരു കൺസേൺ ആണ്. ആ കൺസേൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ല, അവരെ ആക്ഷേപിക്കുന്ന പരിപാടി പറ്റില്ല എന്നൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പ്രസിഡന്റിന് പറ്റിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആ പ്രശ്നം ഹാൻഡിൽ ചെയ്യുന്നതിൽ അവർക്ക് പാളിച്ച പറ്റി. രണ്ടാമത്തേത്, കമ്മിറ്റി റൺ ചെയ്യുമ്പോൾ അവിടുത്തെ കണക്കുകൾ ശരിയായിരിക്കണം. പിന്നെ എന്താണ്, ഒരു വർഷം പ്രവർത്തിക്കുമ്പോൾ അതിന് ഇന്ന ഷെഡ്യൂളുണ്ട്, ആ ഷെഡ്യൂൾ മീറ്റ് ചെയ്യണം. ഇവർ വാർഷിക പരിപാടി, കലാപരിപാടി സംഘടിപ്പിക്കാറുണ്ട്, അതിന് പലതരത്തിലുള്ള സ്പോൺസർഷിപ്പുകൾ കൊണ്ടുവരാറുണ്ട്. ഇതിലൊന്നും ശരിയാവണ്ണം അത് അഡ്രസ്സ് ചെയ്ത് പോകുന്നതിൽ അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. അത് വിശദീകരിക്കുന്നതിലും അവർക്ക് പാളിച്ച പറ്റിപ്പോയിട്ടുണ്ട്. മൂന്നാമത്തെ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ വനിതകളുടെ നേതൃത്വം വന്നപ്പോൾ പുറത്തെല്ലാവരും ആഘോഷിച്ചു, അകത്തത്ര ആഘോഷം ഉണ്ടായിരുന്നില്ല. ഇത് പിന്നെ വലിയ സൂപ്പർ സ്റ്റാർസൊക്കെയുള്ള വമ്പൻ സൂപ്പർ സ്റ്റാർസുള്ള കമ്മിറ്റിയാണല്ലോ. സ്ത്രീകൾ ഇതിൻ്റെ തലപ്പത്ത് വന്നതിന് ശേഷം നിങ്ങൾ എത്ര ജനറൽ ബോഡിയിൽ എത്ര സൂപ്പർ സ്റ്റാർസിനെ കണ്ടുണ്ട്. പുതിയ താരങ്ങൾ പോലും ഇപ്പം നസലിനെ പോലുള്ള ആൾക്കാരൊന്നും ജനറൽ ബോഡി വരുന്ന കാണാറില്ല. അപ്പോൾ ഇവരിവിടെ ഇരിക്കുമ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ വന്ന് താഴെ ഇരിക്കണം. മമ്മൂട്ടി ഒന്നും വന്ന് താഴെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മോഹൻലാൽ ഇന്നത്തെ പരിപാടിയിലുണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ താഴെ ഇരിക്കുക, മറ്റുള്ളവർ നേതൃത്വം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു പ്രാമാണികത്വത്തിന് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പലതരം ക്യാമ്പുകളുണ്ട് അതിനകത്ത്. ആ ക്യാമ്പുകളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ, ബാബുരാജ് അല്ലെങ്കിൽ സിദ്ദീഖ്, പല ആൾക്കാരുണ്ട്. അവർ പലതരത്തിലുള്ള താല്പര്യങ്ങളായിട്ടാണ് അതിനകത്ത് വന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്.
ആ താല്പര്യത്തിൻ്റെ പേരിലുള്ള ഒരു യുദ്ധമുഖം അതിനകത്ത് തുറക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. പിടിച്ചിരിക്കണമെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്പേസിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവണം, ആഴം ഉണ്ടാവണം, നിങ്ങളെടുത്ത പൊസിഷൻ എല്ലാം കറക്റ്റ് ആയിരിക്കണം, നിങ്ങളുടെ ലീഡർഷിപ്പ് കേപ്പബിലിറ്റി എല്ലാം പ്രധാനമാണ്. ഇവിടെ എല്ലാം ആര് ലാക്ക് ചെയ്തു? ശ്വേതാ മേനോൻ ലാക്ക് ചെയ്തു. അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നതാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീകൾ നേതൃത്വം കൊടുത്ത ഒരു കമ്മിറ്റിക്ക് പുറത്ത് പോകേണ്ടി വന്നല്ലോ എന്നുള്ള നിരാശയൊന്നും എനിക്കില്ല. സ്ത്രീകൾ നേതൃത്വം കൊടുക്കുക എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ശബ്ദത്തിന് കൂടുതൽ സൗണ്ട് ഉണ്ടാവണം. അത് ഉണ്ടാക്കാൻ ഒരു തരത്തിലുള്ള ശ്രമവും നടത്തിയിട്ടില്ലാത്തൊരു ഒരു നേതൃത്വമാണ്. സോ അവർ കേപ്പബിൾ ആയിരുന്നില്ല. കാലം അവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു, അവർക്ക് പുറത്തു വേണ്ടി വന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കി എല്ലാ ഫോഴ്സസിനും കൃത്യമായിട്ട് വന്ന് അവരെ വീഴ്ത്താൻ കഴിഞ്ഞത് അവർ അതിനുവേണ്ടി അവരുടെ സ്ട്രെങ്ത് ഇഷ്യൂസ് കൊണ്ടാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. മറ്റ് സംഘടനകളെ പോലെയല്ല ഈ താരസംഘടന. പ്രത്യേകിച്ച് ഇപ്പോൾ നിഷാദ് പറഞ്ഞ പോലെ തന്നെ താരസംഘടനയാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കട്ടെ എന്നാണ് സിനിമാ മന്ത്രിയൊക്കെ പറയുന്നത്. പക്ഷേ അവർക്കതിന് പറ്റുന്നില്ല എന്നാണ് ഓരോ പ്രശ്നങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും അമ്മയുടെ ഒരു പോക്ക്, മക്കളുടെ പോക്ക്? അത് ആ സംഘടനയുടെ ജനിതക പ്രശ്നമാണ്. നമ്മൾ മുമ്പ് പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ഒരു തൊഴിലാളി സംഘടനയല്ല, ട്രേഡ് യൂണിയൻ അല്ല. ഇപ്പം ഫെഫ്ക ഒരു തൊഴിലാളി സംഘടനകളുടെ കൂട്ടായ്മയാണ്. അതിൽ പലതരത്തിലുള്ള ടെക്നീഷ്യന്മാർ തൊഴിലാളികളാണ്. ആ തൊഴിലാളികളുടെ ട്രേഡ് യൂണിയനാണ്. അമ്മ ഒരു ട്രേഡ് യൂണിയനല്ല. അതായത് അഭിനേതാക്കളെ അവർ തൊഴിലാളികളായിട്ടല്ല കാണുന്നത്. പകരം എന്താണ് കാണുന്നത്? അവരൊരു സബ്ജക്ട്സ് ആയിട്ടാണ്. ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്താണ്? സ്റ്റേജ് ഷോ നടത്തുക, അതിൽ നിന്ന് സമാഹരിക്കുന്ന പണം ഉപയോഗിച്ച് അവശ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുക. വേറെ എന്താ അവർ ചെയ്യുന്നത്? ഒരു ജനറൽ ബോഡി കൂടുക. ആ ജനറൽ ബോഡി കൂടുമ്പോൾ കുറേ അധികം ആൾക്കാർ വരുന്നു, ക്യാമറകളൊക്കെ വരുന്നു, എല്ലാവരും കൈവീശി കാണിച്ചിട്ട് അകത്ത് പോകുന്നു. ഇവർ പ്രധാനമായി ചെയ്യുന്ന കാര്യങ്ങൾ അവശരായിട്ടുള്ള കലാകാരന്മാരെ സഹായിക്കുന്ന ചാരിറ്റി പ്രവർത്തനം, കൈനീട്ടം എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ഒരു ഫ്യൂഡൽ പേരൊക്കെ ഇട്ടിട്ടാണ് അവർ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചറലി പ്രശ്നമുള്ളൊരു സംഘടനയിൽ നിന്ന് നമ്മൾ ജനാധിപത്യമോ അല്ലെങ്കിൽ തുല്യതയോ ഒന്നും പ്രതീക്ഷിക്കാനേ പാടില്ല. അതൊരു ഫ്യൂഡൽ മനോഭാവത്തിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ്. ഫ്യൂഡൽ മനോഭാവം എന്ന് പറഞ്ഞാൽ കുറേ അധികം സമ്പന്നരായ സൂപ്പർ സ്റ്റാറുകളായ വെല്ലുവിളിച്ച് നിൽക്കുന്ന കുറേയധികം താരങ്ങൾ അവർ സംഭാവന കൊടുക്കുകയോ അവർ സംഭാവന സ്വീകരിക്കുകയോ ചെയ്തുകൊണ്ട് പാവപ്പെട്ട കലാകാരന്മാരെ സഹായിക്കും. ഇതിനപ്പുറം ആ സംഘടനയ്ക്ക് ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിലോ മറ്റോ ഏതെങ്കിലും തരത്തിലോ അസ്തിത്വമേ ഇല്ല. അതിനൊരു നിലപാടില്ല, അതിനൊരു പോളിസി ഇല്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിനകത്തുണ്ടാകുന്ന കുത്തിത്തിരിപ്പും തൊഴുത്തിൽ കുത്തുമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് അതേ പ്രതീക്ഷിക്കാവൂ, അതേ ഉണ്ടാവൂ. അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതുവരെ അമ്മയില്ല. അപ്പോൾ അമ്മ രൂപീകരിച്ചിട്ട് ഇപ്പോൾ എത്രയായി? 10-35 കൊല്ലമായി. അപ്പോൾ ഇതുവരെ കാണാത്തൊരു പ്രവണതയാണ് വർഗീയത എന്നുള്ളത്. അതിൻ്റെ കാരണം നമ്മുടെ കലാരംഗം, പ്രത്യേകിച്ചും സിനിമ, ഇന്ത്യൻ സിനിമ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമ വളരെ സെക്യുലറാണ്. ഇന്ത്യൻ സിനിമയുടെ ഒരു ആസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്, ബോളിവുഡാണ്. ബോളിവുഡ് എത്രമാത്രം സെക്യുലറായിരുന്നു, ഇപ്പോൾ അല്ല, എത്രമാത്രം സെക്യുലറായിരുന്നു, അതുപോലെ തന്നെ സെക്യുലറായിരുന്നു മലയാളം സിനിമ. അപ്പോൾ മലയാളം സിനിമയിലെ താരങ്ങളാവട്ടെ, സംവിധായകരാകട്ടെ, അവരൊക്കെ അത്യുന്നതമായ സെക്യുലർ ബോധം, സെക്യുലർ ക്രെഡൻഷ്യൽ പുറപ്പെടുവിച്ചിട്ടുള്ള ആളുകളാണ് സിനിമയിലൂടെയും വ്യക്തിജീവിതത്തിലും. നമുക്കെല്ലാവർക്കും അറിയാം. അത്ര ഉദാഹരണങ്ങൾ നമുക്ക് എണ്ണി പറയാനുണ്ടാവും ഓരോരുത്തരെ കുറിച്ചും. ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രവണത, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അൻസിബ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, പത്രങ്ങളുമായി ലിസ്റ്റ് വരുമ്പോൾ ജനപ്രതിനിധിയായ രാഷ്ട്രീയക്കാരനായ ഒരു സൂപ്പർ താരം വളരെ വർഗീയമായൊരു പേര് അവർ വിളിച്ചുകൊണ്ട്, ഇവളെയൊക്കെയാണോ ഈ ലിസ്റ്റിൽ? അതൊക്കെ വെട്ടിക്കള, അതൊന്ന് ഒഴിവാക്കിക്കളയും, അങ്ങ് ഒഴിവാക്കിയേക്ക് എന്ന് പറഞ്ഞു. ഈ സൂപ്പർ താരത്തിൻ്റെ കീഴിൽ കുറേ അധികം ആളുകൾ ഇപ്പോൾ ഒത്തുകൂടിയിട്ടുണ്ട്. അതൊരു ഗ്രൂപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ആളാണ് ടിനി ടോം, അതിൽപ്പെട്ട ആളാണ് ഈ ലക്ഷ്മി പ്രിയ. ഇവരെക്കുറിച്ചുള്ള കംപ്ലയിൻ്റ് എന്താണ്? ഇവരെക്കുറിച്ച് വേറെ ഒന്നുമല്ല കംപ്ലയിൻറ്റ്. ഇവർ വർഗീയത പറയുന്നു, തീവ്രവാദ ആരോപണം നടത്തുന്നു. ഇത്തരം കംപ്ലയിൻസാണ്. ഇപ്പോൾ നീനാക്കുറുപ്പും ടിനി ടോമും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നീനാക്കുറുപ്പ് ഒരു വിശദമായ പരാതി ശ്വേതാ മേനോൻ കൊടുത്തിരുന്നു. വിശദമായ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയാണ്. അതായത് നീനാക്കുറുപ്പിനെതിരെ കൈ ഓങ്ങി മർദ്ദിക്കാൻ ചെല്ലുകയും അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്തു ടിനി ടോം എന്നുള്ളായിരുന്നു പരാതി. എന്തിനാണ് ടിനി ടോം നീനാക്കുറുപ്പിനോട് പ്രശ്നം? ഈ നീനാക്കുറുപ്പാണ് അൻസിബയ്ക്കെതിരെ മോശമായ പരാമർശം നടത്തിയതിന് സാക്ഷി പറഞ്ഞത്. അതുമാത്രമാണ്. ഈ പരാതികളിലൊന്നും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത് വളരെ ഗൗരവമുള്ള ഗുരുതരമായ പ്രശ്നമാണ്. മറ്റുപോലെയല്ല, ഫണ്ടിന് കണക്കില്ല, അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ള ആരോപണം പോലെയല്ല ഇത്. മലയാള സിനിമയിൽ കേൾവിയില്ലാത്ത കാര്യമാണിത്. ഒരു ആർട്ടിസ്റ്റിനെ വർഗീയ പരാമർശം നടത്തുക, സഹപ്രവർത്തകർ എന്നുള്ളത്. ഇത് അമ്മ നേരിടുന്ന പ്രശ്നം മാത്രമല്ല, മലയാളം ഫിലിം ഇൻഡസ്ട്രി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായിരിക്കും ഇത്. കാരണം ആ ഗ്രൂപ്പ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ സ്വാധീനം വലുതാവുകയാണ്. ആരും ആ സൂപ്പർ താരം ആരാണെന്ന് പറയുന്നില്ലല്ലോ, അയാളെ പറ്റി ഒന്നും മിണ്ടുന്നേ ഇല്ല. ഇതിന് തുടക്കമിട്ട പരാമർശം നടത്തിയ ആളാണ് അൻസിബ ഇലക്ഷനിൽ മത്സരിക്കാൻ വന്നപ്പോൾ.
ഇവളുടെ പേരങ്ങ് വെട്ടിക്കളഞ്ഞേക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു മോശം പ്രവണതയാണ്. ഇത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഇത് അമ്മയുടെ മാത്രം പ്രശ്നമല്ല, മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ പ്രശ്നമാണ്. ഈ വിവരം അറിയാവുന്ന, ഇതേക്കുറിച്ച് ബോധ്യമുള്ള ഒരുപാട് ആളുകൾ അമ്മയിൽ തന്നെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ജഗദീഷ് മത്സരിക്കുകയായിരുന്നതാണ്. ജഗദീഷിനെ മത്സരിപ്പിച്ചില്ല, അവസാന നിമിഷം പിന്മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ ആളുകൾ കിടന്ന് കരയാണ് ജഗദീഷ് വരട്ടെ എന്ന് പറഞ്ഞു. കാരണം അവർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും എന്താണ് അമ്മയ്ക്കുള്ളിൽ ഉണ്ടാകുന്നതെന്നും അതെത്ര ഗൗരവമുള്ള പ്രശ്നമാണെന്നും മനസ്സിലായിട്ടുണ്ട്. ജഗദീഷ് കുറേ കൂടി ഉന്നതമായി ചിന്തിക്കുന്ന, നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള, കാര്യബോധമുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ടാണ് അയാൾ വരട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ ബോളിവുഡിലൊക്കെ കാണുന്ന രീതിയിൽ ഇൻഡസ്ട്രി മാറിമറിയുക മാത്രമല്ല, പിന്നെ നമ്മൾ കാണുന്നത് ഈ കേരള ഫയൽസും കശ്മീർ ഫയൽസും ഒക്കെ നമ്മൾ കണ്ടല്ലോ, അതുപോലുള്ള സാധനങ്ങൾ ഇറക്കുന്ന ആളുകൾക്ക് ഇവിടെ ഉണ്ടാവും. ഒരു ഉളുപ്പുമില്ലാതെ അങ്ങനെയൊക്കെ പ്രൊപ്പഗൻഡ ഫിലിം ഇറക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളും നമുക്ക് അമ്മയിലും ഫെഫ്കയിലും കാണേണ്ടി വരും. ഇതൊരു തുടക്കമാണ്, ഇതൊരു സൂചനയാണ്.